നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം. ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം. അതിന് പലരും പറയുമേ മതമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് മതം കൂടെ സംസാരിക്കണമെന്ന്. അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അറിയാൻ പാടില്ലാത്തവരാണ്. ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് ഒരു സീറോ നോളജ് ഉള്ളവരാണ്. ഏകസത്യമായി നീ യേശുക്രിസ്തുവിനെ അറിയുകയാണ് എത്തിയെന്ന് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ അറിയുക, പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഭൂമിയിലെ ദൈവജ്ഞാനത്തോടെ ദൈവസ്നേഹത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവനിലാണ് അവർ. ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ശരീരമില്ലാത്ത അവസ്ഥയിൽ ഉള്ള ആത്മാവിൻ്റെ അനുഭവമായിട്ട് തുടർന്നുകൊണ്ട് പോണത്. ദൈവത്തോട് ഇൻറ്റിമസി വേണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അല്ല എന്തെങ്കിലും നിങ്ങളിങ്ങനെ മേലോട്ട് നോക്കി ഓരോ ജീവിത ആവശ്യങ്ങളുടെ പ്രാർത്ഥിക്കുന്നതാണ്. അത് ABCD എന്ന് പറയും. 4ാം ക്ലാസ് വരെ ഉള്ളൂ. അതിന് പിന്നെ വളർച്ച വേണ്ടേ? ഏറ്റവും വലിയ അധ്യാത്മ ദുരന്തം എന്ന് പറയുന്നത് ഒരു 40 വയസ്സുള്ളവരും 4 വയസ്സിൻ്റെ വിശ്വാസമേ ഉള്ളൂ. അതല്ലല്ലോ, ഇതിനെന്ത് വളർച്ചയാണുള്ളത്? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇൻറ്റിമസിയിലൂടെ വളരണത് ദൈവാനുഭവത്തിലേക്ക്.